എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരുപടിയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2, 4, 6 സെമിസ്റ്റർ പരീക്ഷകൾ തുടങ്ങുന്ന കൃത്യമായ ഡേറ്റ് യൂണിവേഴ്സിറ്റികൾ പുറത്തുവിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 2ഉം 6ഉം കൃത്യമായി പുറത്തുവിട്ടിട്ടുണ്ട്. 4 നമുക്കൊരു ഏകദേശം ഒരു എക്സ്പാക്റ്റ് ഡേറ്റും ലഭിച്ചിട്ടുണ്ട്. ഇനിയും രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാൻ ഇപ്പോൾ അവസരം നൽകിയിട്ടുണ്ട്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായി ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിനെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്നതായ വാർത്തയിലേക്ക് തന്നെ കടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈവൻ സെമിസ്റ്റർ പരീക്ഷകളാണല്ലോ 2, 4, 6 സെമിസ്റ്റർ പരീക്ഷകൾ. അപ്പോൾ ഈ 2, 4, 6 സെമിസ്റ്റർ പരീക്ഷകളുടെ ഡേറ്റ് നമ്മൾ നോക്കുമ്പോൾ 2ൻ്റെയും 4ൻ്റെയും കൃത്യമായ ഡേറ്റ് യൂണിവേഴ്സിറ്റി പുറത്തുവിട്ടിരുന്നു. 2ാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയുടെയും അതുപോലെ തന്നെ 4ാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയുടെയും കൃത്യമായ ഡേറ്റ് സർവകലാശാല യൂണിവേഴ്സിറ്റി ഒഫീഷ്യലി അനൗൺസ്മെൻറ്റ് ചെയ്തതാണ്. 2ാം സെമിസ്റ്റർ ബിരുദ പരീക്ഷകൾ ഏപ്രിൽ മാസം 2ാം തീയതി 2ാം സെമിസ്റ്റർ ബിരുദ പരീക്ഷകൾ ഏപ്രിൽ മാസം 2ാം തീയതി തുടങ്ങുമെന്ന് യൂണിവേഴ്സിറ്റി അറിയിച്ചു. 6ാം സെമിസ്റ്റർ ബിരുദ പരീക്ഷ മാർച്ച് മാസം 20ാം തീയതിയും തുടങ്ങുമെന്ന് സർവകലാശാല പരീക്ഷാ കൺട്രോളറുടെ കാര്യാലയത്തിൽ നിന്നും ഒഫീഷ്യലി സർക്കുലർ വരെ വന്നിട്ടാണ് അറിയിച്ചത്. എന്നാൽ ഇതുവരെയും 4ാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയുടെ കാര്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനം സർവകലാശാല പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടതായൊരു കാര്യം, എന്തായാലും മാർച്ച് മാസം 20ാം തീയതി 6ാം സെമിസ്റ്റർ ബിരുദ പരീക്ഷകളാണ്. അതെന്തായാലും മാറ്റമുണ്ടാവില്ല. കാരണം കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളാണ്. ഈ വർഷം ഡിഗ്രി കഴിഞ്ഞ് ഉപരിപഠനത്തിനും ജോലിക്കും മറ്റാവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ യാതൊരു മാറ്റവും സർവകലാശാല വരുത്തുകയില്ല. അതുകൊണ്ട് തന്നെ 6ാം സെമിസ്റ്റർ ബിരുദ പരീക്ഷ ആദ്യം നടക്കും. ശേഷം FIUGP 2ാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയുടെ ഡേറ്റാണ് ഏപ്രിൽ മാസം 2ാം തീയതി മുതൽ ഔദ്യോഗികമായിട്ട് സർവകലാശാല അനൗൺസ്മെൻറ്റ് ചെയ്തത്, യൂണിവേഴ്സിറ്റി അനൗൺസ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്, യൂണിവേഴ്സിറ്റി പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ 4ാം സെമിസ്റ്റർ ബിരുദ പരീക്ഷകൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 6ാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് ശേഷവും അതുപോലെ തന്നെ 2ാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് ശേഷവും മാത്രമായിരിക്കും. അതായത് 6ാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് ശേഷവും 2ാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് ശേഷമായിരിക്കും 4ാം സെമിസ്റ്റർ ബിരുദ പരീക്ഷ യൂണിവേഴ്സിറ്റി നടത്തുക. 6ാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയ്ക്കും 2ാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയ്ക്കും ശേഷമായിരിക്കും യൂണിവേഴ്സിറ്റി 4ാം സെമിസ്റ്റർ ബിരുദ പരീക്ഷ നടത്തുക. ഇനിയും രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാൻ അവസരമുണ്ട്. അതായത് 4ാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയ്ക്കാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ FIUGP 2ാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയ്ക്കും ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമെന്നുണ്ട്. അതായത് വിദ്യാർത്ഥികൾക്ക് FIUGP 2ാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാൻ ഫെബ്രുവരി മാസം 27ാം തീയതി വരെ സർവകലാശാല സമയം അനുവദിച്ചിട്ടുണ്ട്. അതായത് ഫെബ്രുവരി മാസം 27ാം തീയതി വരെ FIUGP 2ാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സമയപരിധി നീട്ടി. അതുപോലെ തന്നെ സൂപ്പർ ഫൈനോടുകൂടി 4ാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ഡേറ്റ് ഓൾറെഡി എക്സ്പയർ ആയി കഴിഞ്ഞു. ഫൈനോട് കൂടിയുള്ള ഡേറ്റും ഓൾറെഡി എക്സ്പയർ ആയി. എന്നാൽ ഇനിയും സൂപ്പർ ഫൈനോട് കൂടി രജിസ്റ്റർ ചെയ്യാനുള്ള സമയപരിധി ഇനിയും അവസാനിച്ചിട്ടില്ല. വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാം. എന്തെങ്കിലും ഒഫീഷ്യലിയുള്ള എന്തെങ്കിലും കാരണത്താൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റാതെ പോയവർക്കാണ് ഇതിന് അവസരം. 2ാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയ്ക്കും എന്ത് ചെയ്യാം. FIUGP കാരുടെ കാര്യമാണ് പറഞ്ഞത്. 2ാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് ഫെബ്രുവരി മാസം 27ാം തീയതി വരെയും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഇക്കാര്യങ്ങൾ വിദ്യാർത്ഥികൾ അറിയാതെ പോകരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കറിയ, ഫൗണ്ടർ ഓഫ് കറിയ ഫണ്ട് കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.